ഞാനാണ് നിന്നെ തല്ലിയെന്ന് നീ പോലീസിനോട് പറഞ്ഞു. പോയ ശേഷം ഒരിക്കൽ പോലും നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധം നയിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാനെങ്ങനെ അച്ഛനാവും? ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ കരുണയ്ക്ക് ഇരുട്ടടിയുടെ പൂരം. അതേ കൂട്ടുകാരെ, ഇതിക്ക് മുമ്പ് നമ്മുടെ കരുണയാണ് നമ്മുടെ ഉണ്ണിയെ വിട്ടുപോയതെങ്കിൽ ഇപ്പോൾ ദാ ഉണ്ണിയായിട്ട് നമ്മുടെ കരുണയെ പടിയിറക്കുകയാണ്. എന്താന്നല്ലേ കാര്യം, എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും അല്ലെ. അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മാർക്കോ വന്ന് പ്രതാപനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വന്ന് ഇരുട്ടടി അടിച്ച കാര്യം നീ പോലീസിനോട് ആരോടെങ്കിലും പറഞ്ഞാല് പിന്നെ നീ തല പൊക്കൂല എന്ന് പറയുന്നുണ്ട്. അതായത് കണ്ണനാണ് ഇടിച്ചതെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് മാർക്കോ വന്ന് നമ്മുടെ പ്രതാപന്റെ അടുത്ത് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. പിന്നീടാണ് മോനെ ആ ഒരു കിടിലൻ രംഗം. അതേ കൂട്ടുകാരെ, നമ്മുടെ കരുണ പെട്ടെന്ന് ഒരു ഛർദിൽ വരികയാണ്. ഇപ്പൊ ഛർദിലും തലചുറ്റലും ഒക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭിണിയുടെ ലക്ഷണമൊക്കെ നമ്മുടെ കരുണയ്ക്ക് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട്, കണ്ടോടി ഒരുത്തിയുടെ കുഞ്ഞു പോയതിന് പിന്നാലെ എന്റെ മോൾക്ക് സൗഭാഗ്യം വന്നല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ കരുണയുടെ അടുത്ത് ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ കരുണ പ്രഗ്നന്റ് ആണെന്നാണ് നമ്മുടെ ദുർഗാമ്മ പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ ഉണ്ണിക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. കരുണ ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ വീണ്ടും അമ്മയാകാൻ പോവുകയാണോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഉണ്ണിക്ക് ഭയങ്കര മുഖമൊക്കെ വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് കരുണേനെ വലിച്ചഴിച്ച് മുറി കൊണ്ടുപോയിട്ട് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, നിന്റെ ആദ്യത്തെ കുഞ്ഞ് പോയതിനു ശേഷം നമ്മള് ഇതേവരെ ആ ഒരു എന്താ പറയുക വിവാഹ ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. പിന്നെ നിനക്ക് എങ്ങനെ വിശേഷം ഉണ്ടായി, നിനക്ക് എങ്ങനെ, നീ എങ്ങനെ ഗർഭിണിയായി, നീ അപ്പൊ ആള് ശരിയല്ലല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ കരുണേനെ ഇറങ്ങടി ഇവിടെ നിന്ന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണല്ലേ, കഥ തിരിഞ്ഞു മറിഞ്ഞു വരികയാണ്. നമ്മുടെ കരുണയാണ് ഇപ്പൊ എല്ലാത്തിലും കുറ്റക്കാരി. കാരണം ആ വീടിന്റെ പടിയിറങ്ങുന്ന നിമിഷമായിരിക്കും നമുക്ക് ഇനി കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. കാത്തിരിക്കാട്ടെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറം ദി മലയാളി സൈനിങ് ഓഫ്.